ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇങ്ങനെ പരിശുദ്ധമ്മയും യോസേപ്പിതാവും കൂടി ഇങ്ങനെ നടത്തിയൊരു യാത്രയാണ്. ബത്ലഹേമിലേക്ക് നടത്തിയൊരു യാത്രയാണ്. അവർ ആ ദിവസങ്ങളിലൊക്കെ അവർ എത്രമാത്രം വിഷമങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അവർ നടന്ന വഴിയിൽ ഇങ്ങനെ കല്ലുകൂടെ നടന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് പട്ടിണി നടന്നിട്ടുണ്ടായിരിക്കും, ആൾക്കാരുടെ കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട്, അവഗണിക്കൽ കേട്ടിട്ടുണ്ട്, കളിയാക്കൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആർക്കും വേണ്ട നടന്ന് അവസാനം ഒരു കാലിത്തൊഴുത്തിൽ കുഞ്ഞാവയ്ക്ക് ജന്മം കൊടുക്കുന്നു, ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നു. അപ്പം അത്രയും കഷ്ടപ്പെട്ടാണ് ഈശോ ജനിക്കുന്നതേ. അപ്പം നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കഷ്ടപ്പാടിക്കൂടെ ഇങ്ങനെ നടക്കണം. നമുക്കിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി കുറച്ച് ഇഷ്ടങ്ങൾ വേണ്ടെന്ന് നോക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഉപവസിക്കാൻ പറ്റുന്നുണ്ടോ? കളിയാക്കലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ? ഇങ്ങനെ കളിയാക്കലും കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് നമുക്കിങ്ങനെ ഈശോ ജന്മം എടുക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ? അങ്ങനെ ആഗ്രഹിക്കുമ്പം ഈശോ നമ്മുടെ ഉള്ളിൽ ജന്മം എടുക്കും. അങ്ങനെ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം. ഇങ്ങനെ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശുദ്ധമ്മ യോസേപ്പ് നടത്തിയ യാത്ര പോലെ നമുക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യാം. ആമേൻ.